എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചതെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അവിടെ നടന്നു. ആ മാർച്ച് നടന്ന് മാർച്ചിൽ സംഘർഷമുണ്ടായി, പോലീസും സംഘർഷമുണ്ടാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാങ്കൂട്ടത്തിലടക്കം മുറിവേറ്റു. 14ഓളം നമ്മുടെ പ്രവർത്തകർക്ക് നല്ല മുറിവാണ്. രണ്ടുപേര് വളരെ ഗുരുതരമായ പരിക്കുകളോട് ആശുപത്രിയിലാണ്. പ്രതിപക്ഷ നേതാവ് ഇത് അറിഞ്ഞുകൊണ്ട് ആ സംഘർഷം ഒഴിവാക്കി അത് സമാധാനപരമായി അവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് അവിടെ വന്ന് ജാഥയായി അവരെ കൂട്ടിക്കൊണ്ടു പോരുകയായിരുന്നു. പോലീസ് പിറകെ വന്ന് അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ്, അത് ഓഫീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരിക്കലും സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കാൻ നോക്കില്ല. പിങ്ക് പോലീസിന്റെ വാഹനം ഇതിൽ കടന്നുപോയപ്പോൾ 2 പ്രവർത്തകരുണ്ടായിരുന്നു കസ്റ്റഡിയിലെടുത്ത്. അവരെ ആ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചവരെ മോചിപ്പിച്ചു. അതാണ് പോലീസ് പറയുന്നത്. എനിക്കറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞൂടാ. കാരണം എനിക്കതറിയില്ല. കാരണം ഇപ്പോഴുണ്ടായ സംഭവം എന്താണ്? ഇപ്പോഴുള്ള അവർക്ക് ഇവിടെ എത്രയോ പേരെ അവർ വിളിക്കുന്നു. അവിടെ ഒരു ഇത്രയും വലിയ ഗുരുതരമായ ഒരു സംഘർഷം നിലനിന്ന സാഹചര്യം, അത് ആ സംഘർഷം ഇല്ലാതാക്കി അവരെല്ലാവരും കൂടെ പ്രതിപക്ഷ നേതാവ് തന്നെ വന്ന് നേതൃത്വം കൊടുത്ത് ജാഥയായി തിരിച്ചു പോകുന്നു. ഇനി പോലീസ് മാറുകയാണെങ്കിൽ ഒരു സംഘർഷവും പിന്നുണ്ടാവില്ല. പോലീസ് ഇതിന് പോയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടേ പോകുന്നവർ പറയുന്നത്. ഈ ആഫീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യാനും നോക്കില്ല. ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഒരിക്കലും സമ്മതിക്കില്ല.